ഹായ് ഫ്രണ്ട്സ്, ഞാൻ ശാന്തി മുരുകൻ. ഞാനൊരു കഥ എഴുതിയതിനെ കുറിച്ചിട്ട് അത്യാവശ്യം കുറച്ച് പേർക്കെങ്കിലും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഞാൻ ആ കഥ ഫേസ്ബുക്കിൽ ഇട്ടപ്പോൾ മുതൽ എനിക്ക് നല്ല കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തുടരണ്ട എന്നുള്ള രീതിയിലൊക്കെ ചില കമൻസ് വന്ന് വേറൊന്നും കൊണ്ടല്ല, അത്യാവശ്യം നല്ല സ്റ്റോറിയാണ്. അപ്പോൾ അതിനി ഇൻ കേസ് ഹാക്ക് ചെയ്യപ്പെടാം അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ എനിക്കൊരു പേടിയായി. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ വേണ്ടാന്ന് വെച്ചിട്ട് തൽക്കാലം നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ഒരു കഥാകാരി എന്നുള്ള നിലയ്ക്ക് ശരിക്കും പറഞ്ഞാൽ എന്താ, ഈ പൂച്ചയുടെ മുന്നിൽ വെച്ചിരിക്കുന്ന മീൻ പോലെ ആയിരിക്കും എൻ്റെ അവസ്ഥ. കാര്യം എന്തെന്ന് വെച്ചാൽ, ഞാൻ എഴുതി വെച്ച ഒരു കഥ അതിങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ കയ്യിൽ. അപ്പോൾ അത് ഒന്ന് പുറംലോകം കാണണമെന്ന് ആഗ്രഹിക്കുന്നത് എൻ്റെ തെറ്റൊന്നും അല്ലല്ലോ. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പം ഇത് വേണ്ട വേണ്ട ഇത് പബ്ലിക്കിലേക്ക് ഇപ്പോൾ കൊണ്ടുവരണ്ട, നമുക്ക് എന്തെങ്കിലും പൈസയൊക്കെ ആയിക്കഴിയുമ്പോഴേക്കും ഇതൊരു വിഷ്വലിൽ കൊണ്ടുവരാം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഉടനെ നടക്കാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് ജസ്റ്റ് യൂട്യൂബിനകത്ത് ചെറിയ ചെറിയ ഷോർട്ട് പോലെയൊക്കെ ആക്കിയിടാം എന്നുള്ളൊരു തോന്നൽ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനിപ്പോൾ ആ കഥയൊന്ന് ചെറിയ ചെറിയ പാർട്ടുകളായിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ആ കഥ നിങ്ങൾ കേൾക്കുക. കേട്ടിട്ട് എന്തെങ്കിലും ഒരു നന്മ അല്ലെങ്കിൽ ഒരു നല്ലത് എന്ന് അതിനകത്ത് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും ഒരു കമൻറ്റും, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു സബ്സ്ക്രൈബും ഒക്കെ ചെയ്തിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ. കഥയുടെ പേര് മേഘവർഷം എന്നാണ്. അപ്പോൾ കഥ തുടങ്ങിയാലോ. എനിക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ് പാലക്കാട് എന്ന് പറയുന്നത്. കാരണം അവിടുത്തെ ഗ്രാമീണ ഭംഗിയും പാടങ്ങളും മലനിരകളും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവിടുത്തെ ഗ്രാമത്തിലും ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എന്നോ കണ്ടു മറന്ന സ്വപ്നങ്ങളിൽ കണ്ട ഒരു കാഴ്ചയൊക്കെ ഞാൻ എൻ്റെ ഈ കഥയിൽ ഞാൻ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് പക്ഷെ ഒരിക്കലും പറഞ്ഞെനിക്ക് ഫലിപ്പിക്കാൻ പറ്റില്ലല്ലോ, അതൊക്കെ വിഷ്വലിൽ തന്നെ വന്നാലേ പറ്റൂ. അപ്പം എന്നാലും എൻ്റെ പരിമിതമായ അറിവുകൾ വെച്ചിട്ട് ഞാനൊന്ന് പറയാൻ ശ്രമിക്കുകയാണ്. പാലക്കാട് പ്രകൃതി ഭംഗിയാൽ അനുഗ്രഹീതമായ പാലക്കാട് ജില്ലയിലെ ചിറ്റേത്തുകര എന്ന് പറയുന്ന കൊച്ചു ഗ്രാമം. അവിടെയാണ് എൻ്റെ കഥയുടെ പിന്നാമ്പുറം, അതായത് പശ്ചാത്തലം. ഓക്കെ. അപ്പം ചിറ്റേത്തുകര എന്ന് പറയുന്ന ആ ഗ്രാമം ഒരുപാട് ഭംഗിയുള്ള ഒരു ഗ്രാമമാണ്. പാടങ്ങളുണ്ട്, വയലുകളുണ്ട്, ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു വീടുകളുണ്ട്. അതായത് വലിയ ഇരുന്നില്ല വീടുകളോ അങ്ങനെയൊന്നുമല്ല കേട്ടോ. കുഞ്ഞു കുഞ്ഞു ഓടിട്ട വീടുകൾ, ചെറിയ ചെറിയ പുല്ല് മേഞ്ഞ പോലത്തെയുള്ള പുല്ല് മേഞ്ഞതുപോലെയുള്ള വീടുകൾ, അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു വീടുകളൊക്കെയാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ അതെൻ്റെ സ്വപ്നങ്ങളിൽ ഞാൻ കണ്ടതാണ്, എൻ്റെ കഥകളിൽ ഞാൻ എഴുതി ചേർത്തതാണ്. പക്ഷെ അതിനേക്കാൾ ഏറെ മനോഹരമാണ് കേട്ടോ ആ പാലക്കാട് ജില്ലയിൽ ചെന്നിട്ട് ഏതെങ്കിലും ഒരു ഗ്രാമം എടുത്താൽ നമ്മൾ കാണുന്നത്. ചിറ്റേത്തുകര എന്ന് പറയുന്നത് എൻ്റെ സങ്കല്പത്തിൽ നിന്നും വന്ന ഒരു പേരാണ്. പാലക്കാട് ജില്ലയിലെ ചിറ്റേത്തുകര എന്ന് പറയുന്ന ഗ്രാമം എൻ്റെ സങ്കല്പത്തിൽ വന്ന ഒരു പേരാണ്. പക്ഷെ അത് പിന്നീട് എഴുതിയൊക്കെ വന്നപ്പം പലരും പറഞ്ഞു അങ്ങനെ ഒരു ഗ്രാമം അവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. എനിക്കതിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല. എനിവേ, എന്തായാലും ചിറ്റേത്തുകര എന്ന് പറയുന്നതാണ് എൻ്റെ ഗ്രാമം. അപ്പം അവിടുത്തെ ഞാൻ പറഞ്ഞല്ലോ, നല്ല പ്രകൃതി ഭംഗിയാണ്, വയലുകളുണ്ട്, പാടങ്ങളുണ്ട്, കുഞ്ഞു കുഞ്ഞു വീടുകളുണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പം ഇന്ന് അവിടുത്തെ ഒരു ക്ഷേത്രം, അതായത് ചിറ്റേത്തുകര മഹാദേവ ക്ഷേത്രത്തിൽ ഇന്ന് ഒരു വലിയൊരു ആഘോഷം നടക്കുക. ഈ ആഘോഷം എന്ന് പറഞ്ഞാൽ 7 ദിവസമായിട്ട് ആ ക്ഷേത്രത്തിൽ ഉത്സവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സമാപന ദിനമാണ് ഇന്ന്. അപ്പം ഇന്ന് ആ സമാപനത്തോടനുബന്ധിച്ച്, ഉത്സവാഘോഷങ്ങളുടെ സമാപനത്തോടനുബന്ധിച്ച് ഓരോ ക്ഷേത്രങ്ങളിലും പല പല പരിപാടികളുണ്ടാവും. ഗാനമേള ഉണ്ടാവാം, നാടകം ഉണ്ടാവാം, കഥകളിപ്പദങ്ങൾ ഉണ്ടാവാം, അങ്ങനെ പലതും ഉണ്ടാവാം. പക്ഷേ ഇന്നത്തെ നമ്മുടെ ചിറ്റേത്തുകര മഹാദേവ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഘോഷ പരിപാടി എന്ന് പറഞ്ഞാൽ അവിടെ പവിശങ്കർ എന്ന് പറയുന്ന വലിയൊരു കലാകാരനെ, ഒരു സംഗീതജ്ഞനെ ആദരിക്കുന്ന ചടങ്ങാണ്. അപ്പോൾ ആ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനായിട്ട് ചിറ്റേത്തുകരയിലെ എല്ലാ ജനങ്ങളും അവിടെ കൂടിയിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ പവിമാഷ് എന്ന് പറഞ്ഞാൽ വലിയൊരു സംഗീതജ്ഞനാണ്, വലിയൊരു കലാകാരനാണ്. അപ്പോൾ അദ്ദേഹത്തെ എന്തുകൊണ്ടാണ് ഈ ചിറ്റേത്തുകരയിലുള്ള ആളുകൾ ഇത്രത്തോളം സ്നേഹിക്കാൻ കാരണം?
അതെന്താണെന്ന് വെച്ചാൽ ഈ ചിറ്റേത്തുകര എന്ന് പറയുന്ന ഈ കൊച്ചു ഗ്രാമത്തിൽ ഒരുപാട് ചെറിയ ചെറിയ ക്ഷേത്രങ്ങളുണ്ട്. അപ്പോൾ ഈ ക്ഷേത്രങ്ങളൊക്കെ കാലപ്പഴക്കങ്ങൾ കൊണ്ട് ജീർണിച്ചു പോവുകയും അവിടെ പൂജയും വഴിപാടും ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ കാലഹരണപ്പെട്ടു പോയി. അപ്പം ആ സമയത്താണ് നമ്മുടെ പവിമാഷിൻ്റെ എൻട്രി വരുന്നത് ആ നാട്ടിലേക്ക്. അപ്പം അവിടെ അദ്ദേഹം വരുമ്പോഴേക്കും ഈ ക്ഷേത്രങ്ങളൊക്കെ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. അപ്പം ഇതൊന്നും പൂജയില്ല, വിളക്കില്ല, ഒന്നുമില്ല, എപ്പോഴും അടഞ്ഞു കിടക്കുന്ന ക്ഷേത്രങ്ങളാണ്. അപ്പം ഇദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ ഗ്രാമത്തിൽ വന്നിട്ട് ആ ക്ഷേത്രങ്ങളുടെയൊക്കെ പിന്നാമ്പുറങ്ങളിലേക്ക് പോയി. അതായത് ഓരോ ക്ഷേത്രത്തിനും ഓരോ ഐതിഹ്യങ്ങളുണ്ട്. വെറുതെ കൊണ്ടുവന്നിട്ടൊരു അമ്പലം പ്രതിഷ്ഠിക്കുകയല്ല. എല്ലാ അമ്പലങ്ങളുടെ പിറകിലും എങ്ങനെയാണ് അതവിടെ വന്നത് എന്നുള്ളതിൻ്റെ ഒരു ചെറിയ കഥയെങ്കിലും ഉണ്ടാവും. അപ്പം ഇദ്ദേഹം എന്തെടുത്ത് ഈ ഗ്രാമങ്ങളെക്കുറിച്ച് ഇതിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് ഇറങ്ങി ചെന്നിട്ട് അദ്ദേഹം ആ കഥകൾ വെച്ചിട്ട് ഒരു പാട്ടെഴുതും. ഓരോ ക്ഷേത്രങ്ങളെ കുറിച്ചിട്ടും അങ്ങനെ പാട്ടെഴുതും. അങ്ങനെ പാട്ടെഴുതി നമ്മുടെ കേരളക്കര ആകെ ആ ചിറ്റേത്തുകരയിലുള്ള ക്ഷേത്രങ്ങളെ കുറിച്ചിട്ട് പബ്ലിസിറ്റി ആയി. അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്ക് എന്താ, കേരളത്തിലുള്ള പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ ഈ സ്ഥലത്തേക്ക് ചിറ്റേത്തുകരയിലേക്ക് പ്രാർത്ഥിക്കാനും വഴിപാടുകൾ ചെയ്യാനും ഒക്കെ ആയിട്ട് വരാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോഴേക്കും ചിറ്റേത്തുകരയിലുള്ള എല്ലാ ക്ഷേത്രങ്ങളെക്കുറിച്ചും ആളുകൾ അറിയാൻ തുടങ്ങി. എല്ലാ ക്ഷേത്രങ്ങളിലേക്കും വരാൻ തുടങ്ങി. ഇപ്പം നമ്മൾ നാലമ്പലം കാണുന്നു. കർക്കിടക മാസത്തിൽ നമ്മൾ പോയി തൊഴുന്ന നാലമ്പലം, ശ്രീരാമചന്ദ്രൻ, ശത്രുഘ്നൻ, ഭരതൻ തുടങ്ങിയ അയ്യോ ഒരെണ്ണം ഞാൻ മറന്നു കേട്ടോ. ശ്രീരാമൻ, ഭരതൻ, ശത്രുഘ്നൻ, ഭരതനും ശത്രുഘ്നനും, നാലമ്പലം എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ഇനി എന്തായാലും അപ്പം ആ നാലമ്പലങ്ങളിൽ നമ്മൾ ഇന്ന് പോകും പോലെ ആ ചിറ്റേത്തുകരയെ കുറിച്ചുള്ള അറിവ് കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും ആളുകളെല്ലാം ഇവിടേക്ക് വരാൻ തുടങ്ങി, ഈ ക്ഷേത്രത്തിലേക്ക് വരാൻ തുടങ്ങി. അപ്പം എന്താ, എല്ലാ മാസങ്ങളിലും ചിറ്റേത്തുകരയിൽ ഉത്സവം. ഒരു മാസം ഒരു ചിങ്ങമാസത്തിൽ ഒരു ക്ഷേത്രത്തിലാണെങ്കിൽ ചിങ്ങം കന്നി മാസത്തിൽ വേറൊരു ഉത്സവം, ചിങ്ങം കന്നി തുലാത്തിൽ വേറൊരു ഉത്സവം. അതായത് അവിടെ ഉത്സവങ്ങളില്ലാത്ത ദിവസങ്ങളില്ലെന്നുള്ളതാണ്. എന്ന് വെച്ചാൽ എല്ലാ മാസങ്ങളിലും അവിടെ ഉത്സവം തന്നെയാണ്. അപ്പം അതും കൂടെ ഇപ്പം പ്രകൃതി ഭംഗിയുണ്ട്, നല്ല നല്ല ആൾക്കാരുണ്ട്, കലയും കലാകാരന്മാരെയും പ്രോത്സാഹിപ്പിക്കുന്ന നല്ല നല്ല ആളുകളുണ്ട് അവിടെ. അപ്പം നല്ല മനസ്സുള്ള, കുശുമ്പില്ല, കുഞ്ഞായ്മയില്ല, അല്ലെങ്കിൽ പകരം വീട്ടലുകളില്ല, എല്ലാവരും സൗഹൃദത്തോടു കൂടി കഴിയുന്ന ഒരു ഗ്രാമമാണത്. അപ്പം അവിടെ ഈ സംഗീതവും കൂടെ വന്നാൽ എന്തായിരിക്കും അതിൻ്റെ ഒരു മനോഹാരിത എന്ന് ആലോചിച്ച് നോക്കി. അപ്പം ആ ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള അറിവ് പകർന്ന ആ കലാകാരനെ, പവിമാഷിനെ അല്ലെങ്കിൽ പവിശങ്കറിനെ നാട്ടുകാർക്കൊക്കെ ഒരുപാട് ഇഷ്ടമായി. അപ്പം ഇവർ പവിമാഷിനെ പവിമാഷെ അല്ലെങ്കിൽ പവിശങ്കർ എന്നല്ല അഭിസംബോധന ചെയ്യുന്നത്, മാഷെ എന്നാണ് വിളിക്കുന്നത്. അപ്പം ആ മാഷെ എന്നുള്ള വിളിയിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും ആ നാട്ടുകാർക്ക് അദ്ദേഹത്തോട് എത്രത്തോളം ആദരവുണ്ട്, ബഹുമാനമുണ്ട്, സ്നേഹമുണ്ടെന്നൊക്കെ. അപ്പം അദ്ദേഹത്തെ പൊന്നാട അണിയിക്കുന്ന ചടങ്ങാണ് ഇന്ന് ചിറ്റേത്തുകര മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ സമാപനത്തോടനുബന്ധിച്ചിട്ട് നടക്കുന്നത്. അപ്പോൾ എല്ലാവരും വളരെ ക്ഷമയോടെ കാത്തിരിക്കുക. സാധാരണ നമ്മളെല്ലാവരും ഒരു പ്രോഗ്രാം തുടങ്ങാൻ പോകുന്നതിന് മുമ്പുള്ള ഒരു അക്ഷമയുണ്ട്. സമയം കഴിയുമ്പോഴുള്ള ഒരു തുടങ്ങിയല്ലോ, 6 പറഞ്ഞ് 6:30 ഇതന്നെ തുടങ്ങാത്തിന്നുള്ള ഒരു തോന്നലായിരിക്കും നമുക്കൊക്കെ. ഭയങ്കര ഇറിറ്റേഷനോട് കൂടി അല്ലെങ്കിൽ അസഹിഷ്ണുതയോടുകൂടി ഒക്കെ ആയിരിക്കും നമ്മൾ ആ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ പവിശങ്കറിനെ ആദരിക്കുന്ന ഈ ചടങ്ങ് കാണാനായിട്ട് ശരിക്കും പറഞ്ഞ് എല്ലാവരും ക്ഷമയോടെ കാത്തിരിക്കുകയാണ്. കാരണം അവർക്ക് അത്രത്തോളം ഇഷ്ടമാണ് ഈ പവിമാഷിനെ. ഈ സംഗീതത്തിൻ്റെ പേരിൽ മാത്രമല്ല കേട്ടോ നാട്ടുകാർ ഇഷ്ടപ്പെടാൻ തുടങ്ങിയത്, അദ്ദേഹം നല്ലൊരു സാമൂഹ്യ പ്രവർത്തകനും കൂടിയാണ്. അപ്പോൾ അതിൻ്റെ കഥയെല്ലാം ഞാൻ വഴിയെ പറയാം. അപ്പം ശരിക്കും പറഞ്ഞാൽ കലയുണ്ട്, നല്ലൊരു കലാകാരനാണ്, നല്ലൊരു സംഗീതജ്ഞനാണ്, അതിനേക്കാൾ ഏറെ ഉപരിയായിട്ട് നല്ല മനസ്സുള്ള നല്ലൊരു സാമൂഹ്യ പ്രവർത്തകനും കൂടിയാണ്. അപ്പോൾ അതിൻ്റെ സദ്ഫലങ്ങളെല്ലാം ആ നാട്ടുകാർ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തോട് ഇത്രത്തോളം സ്നേഹവും ബഹുമാനവും കാണിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തെ പൊന്നാടി അണിയിക്കുന്നത് അമ്പലം സെക്രട്ടറിയോ പ്രസിഡൻറ്റോ അങ്ങനെയൊന്നും അല്ല കേട്ടോ, സിനിമാ നടനും അല്ല, പിന്നെ രാഷ്ട്രീയ പ്രവർത്തകനല്ല, ആരുമല്ല. അതായത് അമേരിക്കയിൽ പ്രവർത്തിച്ചു വരുന്ന നാട്യകലാക്ഷേത്ര എന്ന് പറയുന്ന നൃത്ത അക്കാദമിയുടെ മാനേജിംഗ് ഡയറക്ടറായ സ്വയംപ്രഭയാണ്. ഈ സ്വയംപ്രഭ ചിറ്റേത്തുകരക്കാരിയാണ്. അവരുടെ ഭർത്താവ് ഗോകുൽദാസും ചിറ്റേത്തുകരക്കാരനാണ്. അപ്പോൾ ഇവർ കുറേ വർഷങ്ങളായിട്ട് അമേരിക്കയിൽ സെറ്റിൽഡാണ്.
അപ്പോൾ ഈ അമേരിക്കയിൽ സെറ്റിൽഡ് ആകാൻ കാരണം ഈ സ്വയംപ്രഭയുടെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് പുള്ളി അവിടുത്തെ ഒരു വലിയൊരു ഹാർട്ട് സ്പെഷ്യലിസ്റ്റ്, ഭയങ്കര പ്രശസ്തനായ ഒരു ഹാർട്ട് സ്പെഷ്യലിസ്റ്റാണ്. അവരുടെ രണ്ടുപേരുടെയും, സ്വയംപ്രഭയുടെയും ഗോകുൽദാസിൻ്റെയും മകളുടെ പേരാണ് രുദ്ര. രുദ്ര അവിടെ MBBS വിദ്യാർത്ഥിനിയായിട്ട് പഠനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ചിറ്റേത്തുകരയിലെ ഈ ഉത്സവം വരുന്നത്. അപ്പം അവിടെ ഈ മോളുടെ, രുദ്ര എന്ന് പറയുന്ന മോളുടെ നൃത്ത അരങ്ങേറ്റം നടക്കുകയാണ്. അപ്പോൾ ഈ നൃത്തം അരങ്ങേറണമെന്നുണ്ടെങ്കിൽ ഒരു പാട്ട് വേണമല്ലോ. അപ്പോൾ ഈ പാട്ട് നമ്മുടെ സ്വന്തം പവിമാഷ് ചിട്ടപ്പെടുത്തിയ ഗാനമാണ്. ആ ഗാനത്തിനാണ് സ്വയംപ്രഭയുടെയും ഗോകുൽദാസിൻ്റെയും മകളായ രുദ്ര ചുവടുകൾ വയ്ക്കുന്നത്. അപ്പം ഫസ്റ്റ് പാർട്ട് ഞാൻ ഇവിടെ ഇപ്പം നിർത്തുകയാണ്. സെക്കൻഡ് പാർട്ട് ഉണ്ടാവും, തുടരും കഥ. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനം ഉണ്ടാവണം. സബ്സ്ക്രൈബ് വേണം, ലൈക്ക് വേണം, കമൻറ്റുകൾ വേണം. അപ്പം തൽക്കാലത്തേക്ക് ഞാൻ ഇവിടെ നിർത്തുന്നു. ഓക്കെ, ബൈ, താങ്ക് യു.